വാട്ടർ കളർ ചെയ്യുന്ന ഭൂരിഭാഗം പേരും കൂടുതലും ചെയ്യുക ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ വാട്ടർസ്കേപ്സ് ഒക്കെ ആയിരിക്കും. വാട്ടർ കളർ പെയിൻറ്റിങ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്, കളേഴ്സിൻ്റെ ബ്രൈറ്റ്നസ്സും. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ആൻഡ് വാട്ടർസ്കേപ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് വാട്ടർ കളേഴ്സ് കാണാനായിട്ട്. നമുക്ക് ഇന്ന് ഒരു വാട്ടർസ്കേപ്പ് ചെയ്യാം. വാട്ടർസ്കേപ്സ് എന്ന് പറയുന്നത് സിമ്പിളി വാട്ടറൊക്കെ വരുന്ന ഒരു സീനറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് വഞ്ചി തുഴയുന്ന ഒരു സീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വാട്ടർ കളർ പ്രോസസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു വാട്ടർ കളർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഫ്രീഡം എടുത്തിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഞാനിത് അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. എല്ലാ പെയിൻറ്റിങ് പ്രോസസ്സിൻ്റെയും പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്ലൈൻ ഇടുക എന്നുള്ളതാണ്. വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ വാട്ടർ കളർ ട്രാൻസ്പെറൻ്റ് ആണല്ലോ, അതായത് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തുള്ള എന്താണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് നമുക്ക് വളരെ ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ഇടാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്ലൈൻ ഇടുന്ന നമുക്ക് കാണാം. സ്കോളർ എന്ന ബ്രാൻഡിൻ്റെ 300 GSM A4 സൈസുള്ള കോൾഡ് പ്രസ് വാട്ടർ കളർ ബുക്കിലാണ് ഞാനിവിടെ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ കോൾഡ് പ്രസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു റഫ് ടെക്സ്ചർ ഈ ഒരു പേപ്പറിന് ഉണ്ടാവും. വാട്ടർ കളറിൽ നമ്മൾ ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഇടുക. രണ്ടാമത്തെ കാര്യം, ഇറേസറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഔട്ട്ലൈൻ ഇടുന്നത് കണ്ടല്ലോ, ഞാനിത് ക്യാമറയിൽ കാണാനായിട്ട് പതിവിലും കുറച്ചും കൂടി ഡാർക്കായിട്ട് ഔട്ട്ലൈൻ ഇടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം കൂടുതൽ ഇറേസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ സ്കൈ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൈയുടെ ഒരു ബ്ലൂ കളർ, ആ ഒരു പ്രഷ്യൻ ബ്ലൂ കളറൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാം. അയ്യോ, നോക്ക്, തിരമാല പോലെ. വാട്ടർ കളറിൽ പൊതുവേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ലെയർ വളരെ ലൈറ്റായിട്ടാണ് കൊടുക്കാറുള്ളത്. ഇവിടെ ഞാൻ പ്രഷ്യൻ ബ്ലൂവും അതുപോലെ തന്നെ പ്രഷ്യൻ ബ്ലൂ പ്ലസ് ക്രിംസൺ ലേക്കിൻ്റെ ഒരു മിക്സ്, ഒരു വയലറ്റ് ടോണിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ആ പെയിൻറ്റ് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഗ്രീനറി ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഗ്രീൻ കളറുള്ള ലീഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി കളർഫുള്ളാക്കി മാറ്റാനായിട്ട് നോർമൽ ഗ്രീൻ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് ഭാഗത്ത് യെല്ലോയിഷ് ഗ്രീനും കുറച്ച് ഭാഗത്ത് ബ്ലൂയിഷ് ഗ്രീനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ആ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു മിഡിൽ ടോൺ കൊടുക്കുകയാണ്. ഇവിടെ മിഡിൽ ടോൺ കൊടുക്കുന്ന സമയത്ത് ഞാൻ ലീഫിൻ്റെ ഷേപ്പുകളൊക്കെ ഞാനിവിടെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനെ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്നാണ് പറയുക. അതായത് ആ ഫസ്റ്റ് കൊടുത്ത ലെയർ ഉണ്ടല്ലോ, ആ ലെയറാണ് ആക്ച്വലി ലീഫിൻ്റെ ഷേപ്പുകളായിട്ട് മാറുന്നത്. ഞാനിപ്പോൾ രണ്ടാമത് കൊടുക്കുന്ന ലെയർ ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കിലാണ് ഞാൻ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊരു നെഗറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലിൽ കൊണ്ടുവരുന്നത്. തെങ്ങിൻ്റെ ഭാഗം ഞാൻ ഔട്ട്ലൈൻ ഇട്ട സമയത്ത് അതിൻ്റെ ഓല വരുന്ന ഭാഗത്ത് ജസ്റ്റ് ലൈൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കളർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് തെങ്ങിൻ്റെ ഓലയുടെ ആ ഒരു ഷേപ്പിലേക്ക് ഞാനത് മാറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ ഒറ്റ ടൈപ്പ് ഗ്രീൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. തെങ്ങിൻ്റെ ഓല ആയതുകൊണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ കരിഞ്ഞിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് കളർ മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ഒരു പെയിൻറ്റിങ് കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ട് മാറുക. തെങ്ങിൻ്റെ ഒരു തടി വരുന്ന പോർഷൻസും ചെറുതായിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യാനോ അത് കൂടുതൽ റിയലിസ്റ്റിക് ആക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരു വാട്ടർ കളർ എഫക്റ്റിൽ തന്നെ നിലനിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൂടാതെ ദൂരെ കാണുന്ന ചെറിയ ചെറിയ തെങ്ങൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ലൈൻസും കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ വാട്ടർ കളറിൻ്റെ പ്രധാനപ്പെട്ട ബ്യൂട്ടി ഇത് തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാതെ കളേഴ്സും ബ്രഷിൻ്റെ സ്ട്രോക്സ് എല്ലാം വെച്ചിട്ട് ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ ഒരു തെങ്ങിൻ്റെ ഫീല് ക്രിയേറ്റ് ചെയ്യുക, കൂടി നിൽക്കുന്ന ചെടികളുടെ ഫീല് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് വാട്ടർ കളർ നമ്മൾ ശ്രമിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറിലേക്ക് ഞാൻ പോവുകയാണ്. ആ ക്യാരക്ടറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത കാര്യം ലൈറ്റ് ആൻഡ് ഷാഡോയിലാണ്. എവിടെ നിന്നാണ് ലൈറ്റ് വീഴുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഷാഡോസ് വരുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൻ ടോണൊക്കെ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എഫേർട്ട് വരുന്ന കാര്യം ഇത് തന്നെയാണ്, ആ മെയിൻ ക്യാരക്ടറിനെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു സ്ഥലത്ത് നല്ല ഹാഷായിട്ട് ലൈറ്റ് വീഴുന്നുണ്ടാവും.
ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വീഴുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ നല്ല രീതിയിൽ ഹാഷായിട്ട് തന്നെ ഡാർക്ക് ഷാഡോസും വീഴുന്നുണ്ടാവും. അതൊക്കെ അതേപടി പിക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് കണ്ടോ, ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു പോയിൻറ്റ് സൈസ് ആയിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് നല്ല രീതിയിൽ കൺട്രോൾഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി ആ ബ്രഷിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആ പെയിൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം ലൈൻസ് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ബ്രഷുകൾ ചിലപ്പോൾ കുറച്ചും കൂടി ബിഗ് ആയിരിക്കും, കാരണം നമ്മൾ ലാർജസ്റ്റ് ഏരിയാസിൽ വാഷസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബിഗ് ആയിട്ടുള്ള ബ്രഷുകൾ എടുക്കാം. പക്ഷെ നമ്മൾ കൺട്രോൾഡായിട്ട് ചെറിയ ഡീറ്റെയിലിംഗ്, ചെറിയ ലൈൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരു പോയിന്റ് ബ്രഷ് എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ വാട്ടർ കളർ പെട്ടെന്ന് ഉണക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഡ്രസ്സിലും നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. ഒരുപാട് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതെല്ലാം കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആക്കിയിട്ട് ഒരു വാട്ടർ കളർ സ്റ്റൈലിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടുതലും ഫോക്കസ് കൊടുത്തത് ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ഷേപ്പും അത് ഷെയ്ഡ് വീഴുന്ന രീതിയും ഒക്കെ കൃത്യമായിട്ട് അത് കൊണ്ടുവരിക എന്നുള്ളതിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കയ്യിൽ പിടിക്കുന്ന ആ ഒരു വടിയുണ്ടല്ലോ, അതിനും ഡാർക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ലൈറ്റ് വീഴുന്ന സമയത്ത് ഹൈലൈറ്റൊക്കെ വീഴുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ നോക്കി ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച് വന്നൊരു കാര്യം ആ വഞ്ചിയായിരുന്നു. നോർമലി വഞ്ചി അല്ലെങ്കിൽ ഈ തോണി എന്നൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് കളറുള്ള, ഏകദേശം ഒരു ബ്ലാക്കിനോട് സാമ്യമുള്ള കളറുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വാട്ടർ കളറിൽ അത് കുറച്ചും കൂടി വൈബ്രൻ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കറക്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്യാതെ ബ്ലാക്കിനോട് സാമ്യമുള്ള കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഗുണം എന്ന് വെച്ചാൽ കുറേ കൂടി ഒരു വാട്ടർ കളർ എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഡള്ളായിട്ട് മാറിയെന്ന് വരും ആ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്ടർ കളറിൽ നമ്മൾ പൊതുവേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ യൂസ് ചെയ്യാറില്ല എന്നുള്ളത്. അത് യൂസ് ചെയ്യേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നോർമലി യൂസ് ചെയ്യൽ കുറവാണ്. അത് ഈ ഒരു റീസൺ കൊണ്ടാണ്. കാരണം ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലാക്കിൻ്റെ ലൈറ്റ് ടോൺ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് അതിനെ കുറച്ചും കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളത്. അപ്പം അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ കളർ തന്നെ ബ്ലാക്ക് തന്നെ ഒരു ഗ്രേയിഷ് കളറിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൽ ചിലപ്പോൾ ആ പെയിൻറ്റിങ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ കുറച്ചൊന്ന് ഡള്ളാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ കളറിൻ്റെ മെയിൻ പ്രോപ്പർട്ടി മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയും കളേഴ്സിൻ്റെ ബ്രൈറ്റ്നെസ്സുമാണ്. അപ്പോൾ ബ്ലാക്ക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിലേക്ക് വെള്ളം ഉപയോഗിച്ച് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്രേയിഷ് ഫീലിലേക്ക് അത് വരും. അത് പെയിൻറ്റിങ്ങിനെ ഡള്ളാക്കും എന്നൊരു റീസൺ കൊണ്ടാണ് പൊതുവേ മിക്കവരും പറയുന്നത് ബ്ലാക്ക് ഒഴിവാക്കാനാണ്. ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വൈറ്റ് കളറും യൂസ് ചെയ്തിട്ടില്ല. വൈറ്റിന് പകരം പേപ്പർ വൈറ്റ് ഒഴിച്ചിടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആ ഒരു വാട്ടറിൽ വരുന്ന റിഫ്ലക്ഷൻസ്, വൈറ്റ് റിഫ്ലക്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. അത് ഞാൻ പേപ്പർ വൈറ്റ് ഒഴിച്ചിടാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അക്രിലിക് പെയിൻറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് അത് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഒരു വാട്ടർ കളറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു വടിയുടെ ആ ഒരു വൈറ്റ് റിഫ്ലക്ഷനൊക്കെ അതേപടി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡീറ്റെയിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുത്തിട്ടില്ല. താഴെ കാണുന്ന വഞ്ചിയുടെ ചെറിയൊരു റിഫ്ലക്ഷൻ പോലെയുള്ള ഭാഗം ഒരു ഡാർക്ക് കളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കളർ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ വെള്ളത്തിൽ വരുന്ന ചെറിയ ചെറിയ ലൈൻസൊക്കെ ബ്രഷ് വെച്ചിട്ട് തന്നെ നോർമലി ഹൊറിസോണ്ടൽ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ കളർ സ്റ്റൈലിൽ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്ത പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ ഫിനിഷിങ്ങിനോട് അടുക്കുന്ന സമയത്ത് ആ തോണിയിൽ കൂടുതൽ ലൈറ്റ് ആൻഡ് ഷാഡോ എല്ലാം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടുത്ത് കിടക്കുന്ന ഒബ്ജക്റ്റ് ആ ഒരു തോണിയാണ്. അപ്പം അതിൽ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലൈറ്റ് ആൻഡ് ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം അതിൻ്റെ ചെറിയ റിഫ്ലക്ഷൻ താഴത്തേക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചിത്രം ഞാൻ ഫിനിഷ് ചെയ്തത്. നമ്മുടെ ചാനൽ കാണുന്നവരിൽ വാട്ടർ കളർ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഫ്യൂച്ചറിൽ വാട്ടർ കളർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ. കഴിഞ്ഞു.